നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ കിരൺ ഗണപതി നാനിയുടെ വേർപാടിനെ തുടർന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോ വഴി നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിരൺ ഗണപതിയെ പറ്റി നോക്കാം. കിരൺ ഗണപതിയെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയം പുത്തൻപുരയ്ക്കൽ തറവാട്ടിൽ കിരൺ നാരായണൻകുട്ടിക്ക് മുന്നേ എത്തിയതാണ് കിരൺ ഗണപതി. ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നവനായിരുന്നു തനി നാടൻ നാനച്ചന്തമാൻ അവന്. ലക്ഷണമൊത്ത തലയെടുപ്പുള്ള കൊമ്പനായിരുന്നു ഇവൻ. ശാന്ത സ്വഭാവക്കാരനായ ഗണപതിയോട് ഇടപഴകാൻ എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമായിരുന്നു. അതിനാൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആനപ്രേമികളെയും ഇവന്റെ വേർപാടിന്റെ വാർത്ത സങ്കടത്തിലായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ അരൂർ പൗമ്പായി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഇവന്. ഇന്നലെ, അതായത് ഞായറാഴ്ച രാത്രി 12 മണിയോടുകൂടി ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാവിലെ 10 മണിയോടെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മറ്റുദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കിരൺ ഗണപതിയുടെ മരണാനന്തര നടപടിക്രമങ്ങൾ തുടർന്നു. അക്ഷരനഗരിയിലെ മാതംഗശ്രേഷ്ഠനെ അവസാനമായിരുന്നു നമുക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും അരൂരിൻ്റെ നാനാഭാഗത്തു നിന്നും, അരൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ തടിച്ചുകൂടുകയാണ് ഉണ്ടായത്. ഗണപതിയുടെ പാപ്പാമാരും നാട്ടുകാരും അമ്പലക്കാരും ഒക്കെ ചേർന്നുള്ള തുടർച്ചയായ 1.5 മണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിൽ ആനയെ കെട്ടിവലിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ സാധിച്ചു. ഗണപതിയുടെ വിരാമം ക്ഷേത്രാങ്കണത്തിലെന്നും നിശ്ചലമായ പ്രതീതി അനുഭവപ്പെടുത്തി. ഇനി അക്ഷരനഗരിയിലെ ആ ശ്രേഷ്ഠനായ കൊമ്പൻ നമ്മുടെ എല്ലാ മനസ്സിൽ ഒരു ഓർമ്മ മാത്രമായി മാറുകയാണ്.